നമസ്കാരം. മതവിശ്വാസവും രാഷ്ട്രീയവും ഒക്കെ നല്ലതാണ്. ദൈവം എന്നൊരു ശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയില്ല എങ്കിൽ പോലും മതവിശ്വാസം മനുഷ്യനെ മനുഷ്യത്വമുള്ള അനുകമ്പയും ദയയും സഹജീവികളോട് കരുണയുമുള്ള ജീവിയാക്കി നിലനിർത്തുന്നു എങ്കിൽ യാതൊരു സംശയവുമില്ലാതെ ആ മതവിശ്വാസത്തെ നിലനിർത്തി പോകട്ടെ എന്ന് ചിന്തിക്കാം. ഏതൊരു വിശ്വാസത്തിലും അന്യമതസ്ഥനെ അല്ലെങ്കിൽ അവന്റെ വിശ്വാസത്തെയും മാമൂലുകളെയും ഹനിക്കാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ശശികല ടീച്ചർ പലപ്പോഴായി തൊടുത്തുവിടുന്ന അമ്പുകൾക്ക് തീവ്ര മതസ്പർദ്ധയുടെ വിഷമുണ്ടോ എന്നുള്ള കാര്യം സംശയമാണെന്നുള്ള മുറവിളികൾ പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട്. ക്ഷേത്രത്തിലെ പ്രാർത്ഥന ഉച്ചഭാഷണിയിലൂടെ മുഴക്കുന്നത് ശബ്ദ മലിനീകരണമാണെങ്കിൽ പള്ളിയിലെ ബാങ്കും അതേ ഗാനത്തിൽപ്പെട്ടത് തന്നെ അല്ലേ എന്ന ചോദ്യമാണ് ശശികല ടീച്ചർ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്നത്. ശാന്തമായ ഉറക്കത്തിൽ ചെവിയിലേക്ക് തുളച്ചു കയറുന്ന ശബ്ദത്തെ മതസൗഹാർദ്ദത്തിന്റെ പേരിൽ ആരും സഹിക്കേണ്ടതില്ല എന്നും ക്ഷേത്രത്തിലെ പാട്ടിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് പള്ളിയിലെ ബാങ്ക് വിളിയിലും ഇതേ നിലപാടായിരിക്കണമെന്നുമാണ് ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല ആഞ്ഞടിച്ചത്. മലപ്പുറത്തെ എടവണ്ണ കൊളപ്പാട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പാട്ട് വിവാദത്തിലാണ് അവരുടെ പ്രതികരണം. ഒരു നാമം പോലും ചൊല്ലാൻ തയ്യാറാകാതെ ലോകം കിടുക്കി പാട്ട് വെക്കുന്നതിനോടോ ഉച്ചഭാഷണി വെക്കുന്നതിനോടോ വ്യക്തിപരമായി താല്പര്യമില്ല എന്നും പാട്ടു വേണ്ടെങ്കിൽ ബാങ്കും വേണ്ട ഒപ്പം നിർത്താമെന്നും ശശികല ടീച്ചർ ഫേസ്ബുക്കിൽ കുറിച്ചു. ശശികല ടീച്ചർ മസ്ജിദുകളിൽ നടക്കുന്ന മുസ്ലിം ബാങ്ക് പ്രാർത്ഥന നിർത്തണമെന്നാവശ്യപ്പെട്ടുവെന്ന വാർത്ത വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് കുറച്ചു ദിവസങ്ങളായി. ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ രാഷ്ട്രീയ നിലപാടുകളെക്കാൾ ഉയർന്ന് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും വിശ്വാസത്തിന്റെ അവകാശവും മുൻനിർത്തിയാണ് നാം ചിന്തിക്കേണ്ടത്. ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല, മറിച്ച് എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്ന ഒരു സെക്യുലർ രാഷ്ട്രം തന്നെയാണ്. ഈ അടിസ്ഥാന സത്യം മറക്കുമ്പോഴാണ് സമൂഹത്തിൽ സംഘർഷങ്ങളും വിഭജനങ്ങളും ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ ആത്മാവ് മതസഹിഷ്ണുതയിലാണ്. ഹിന്ദുമതത്തിലെ ക്ഷേത്രഘോഷങ്ങളും മുസ്ലിം മതത്തിലെ ബാങ്ക് വിളിയും ക്രിസ്ത്യൻ പള്ളികളിലെ മണിമുഴക്കവും സിഖ് ഗുരുദ്വാരകളിലെ കീർത്തനങ്ങളും ഇവയൊക്കെയായി ചേർന്നതാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ സാംസ്കാരിക ശബ്ദലോകം. ഓരോ മതത്തിനും അവരവരുടെ വിശ്വാസങ്ങൾ അനുഷ്ഠിക്കാനുള്ള അവകാശം ഉണ്ടെന്നതുപോലെ ആ വിശ്വാസങ്ങൾ പൊതുസമാധാനത്തെ ഭംഗം വരുത്താതെ തുടരാൻ ഭരണകൂടത്തിനും സമൂഹത്തിനും ബാധ്യതയുമുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 വ്യക്തികൾക്ക് തങ്ങളുടെ മതം സ്വതന്ത്രമായി ആചരിക്കാനും പ്രചരിപ്പിക്കാനും അവകാശം നൽകും. ഇതൊരു പ്രത്യേക മതത്തിനുള്ള പ്രത്യേക അവകാശമല്ല, എല്ലാ മതങ്ങളുടെയും അനുയായികൾക്കും ഒരുപോലെ ബാധകമായിട്ടുള്ളതാണ്. ബാങ്കുവിളി മുസ്ലിം സമൂഹത്തിന്റെ നൂറ്റാണ്ടുകളായി തുടരുന്ന ആരാധനാ രീതിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളോ പള്ളികളിലെ ആരാധനാചാരങ്ങളോ ചോദ്യം ചെയ്യപ്പെടുന്നത് എത്രത്തോളം അസംബന്ധമാണോ അത്രത്തോളമാണ് ബാങ്ക് വിളിയെ ലക്ഷ്യമിട്ട് നിരോധനാവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. അതേസമയം മതാചാരങ്ങളും പൊതു സൗകര്യങ്ങളും തമ്മിൽ സന്തുലനം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത നാം അംഗീകരിക്കേണ്ടതുണ്ട്. ശബ്ദമലിനീകരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും കോടതി നിർദ്ദേശങ്ങളും നിലവിലുണ്ട്. അവ എല്ലാ മതസ്ഥാപനങ്ങൾക്കും ഒരുപോലെ ബാധകമായിരിക്കും. ഒരു മതത്തെ മാത്രം ലക്ഷ്യമിട്ട് നിയന്ത്രണങ്ങൾ ആവശ്യപ്പെടുന്നത് നീതിപൂർവമല്ല. ശബ്ദപരിധി, സമയക്രമം, പൊതുജനങ്ങളുടെ സൗകര്യം എന്നിവ പരിഗണിച്ചുകൊണ്ട് പരസ്പര ബഹുമാനത്തോടെ പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നതാണ് സുസ്ഥിര മാർഗം. ഇന്ത്യയിൽ മതങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വത്തിന്റെ ദീർഘ ചരിത്രമുണ്ട്. വിവിധ മതവിശ്വാസങ്ങൾ ഒരേ ഗ്രാമത്തിലും നഗരത്തിലും സമാധാനത്തോടെ നിലനിന്ന ഉദാഹരണങ്ങൾ അനവധി. ഈ പാരമ്പര്യം തകർക്കുന്ന തരത്തിലുള്ള വാക്കുകളോ നടപടികളോ സമൂഹത്തെ കൂടുതൽ വിഭജിക്കുമെന്നതിൽ സംശയമില്ല. രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ ഉത്തരവാദിത്വമുണ്ട്. അവർ സംസാരിക്കുമ്പോൾ സമൂഹത്തിന്റെ സമാധാനവും ഐക്യവും നിലനിർത്തേണ്ടതുണ്ട്. ഒരു വിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ അപമാനിക്കുന്നതോ അവകാശങ്ങൾ നിഷേധിക്കുന്നതോ ചെയ്യുന്ന പ്രസ്താവനകൾ ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ. മതവിശ്വാസം ഓരോ വ്യക്തിയുടെയും ആത്മീയ അവകാശമാണ്. അത് ഭരണകൂടം നൽകുന്നതോ പിൻവലിക്കുന്നതോ അല്ല. എന്നാൽ ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്നത് വിവിധ വിശ്വാസങ്ങൾ തമ്മിൽ തുല്യതയും നീതിയും ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിനായി നിയമം ഒരേപോലെ പ്രയോഗിക്കപ്പെടേണ്ടതുണ്ട്. ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും സിഖ് ആയാലും എല്ലാവർക്കും ഒരേ മാനദണ്ഡങ്ങൾ. ഇതാണ് യഥാർത്ഥ സെക്യുലറിസം. ഈ വിഷയത്തിലെ ഏറ്റുമുട്ടലുകളിലേക്കോ നിരോധനങ്ങളിലേക്കോ പോകുന്നതിനു പകരം സമൂഹ നേതാക്കളും മതപ്രതിനിധികളും ഭരണകൂടവും ഒരുമിച്ചിരുന്നെടുക്കുന്ന തീരുമാനങ്ങൾക്കാവണം മുൻതൂക്കം. പരസ്പര ബഹുമാനവും മനസ്സിലാക്കലും ഉണ്ടാകുമ്പോഴാണ് സ്ഥിര പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയുക. ഒരു മതത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുമ്പോൾ മറ്റൊരു മതത്തിന്റെ സ്വാതന്ത്ര്യം കുരുക്കപ്പെടരുത് എന്നതാണ് അടിസ്ഥാന തത്വം. ഇന്ത്യയുടെ ശക്തി അതിന്റെ വൈവിധ്യത്തിലാണ്. ഈ വൈവിധ്യം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ബാങ്ക് വിളിയാകട്ടെ, ക്ഷേത്രഘോഷങ്ങളാകട്ടെ, പള്ളിമണിയാകട്ടെ, ഇവയെല്ലാം ചേർന്നതാണ് നമ്മുടെ ദേശീയ ജീവിതം. ഏതെങ്കിലും ഒരു ശബ്ദം നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ മൂടിവെക്കുന്നതിന് തുല്യമാണ്.
എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് യഥാർത്ഥ ഐക്യവും സമാധാനവും കൈവരിക്കാൻ കഴിയൂ എന്ന് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ മനുഷ്യൻ ചിന്തിക്കുന്നിടത്താണ് യഥാർത്ഥ ഭാരതം ഉദയം കൊള്ളുന്നത്.